ശ്രീലാൽ, തൃശ്ശൂർ ചാലക്കുടി നോക്കൂ, ഈ ചാലക്കുടിയിൽ BJP എത്ര വോട്ട് പിടിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം തൃശ്ശൂരും ചാലക്കുടിയും ആ തൃശ്ശൂരിൻ്റെ ഒരു ഹാങ് ഓവർ ചാലക്കുടിയിലേക്ക് വരാനുള്ള സാധ്യതകളുമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾക്ക് സംസാരിക്കുമ്പോൾ BJP കഴിഞ്ഞ ഈ എക്സിറ്റ് പോളുകളിൽ പോലും BJP വലിയ തോതിലുള്ള ഒരു വോട്ട് പിടുത്തം നടത്തി എന്നുള്ള ഒരു നീക്കം ഒരു തിരിച്ചറിവ് അവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ BJP ചാലക്കുടി എത്ര വോട്ട് പിടിച്ചു എന്നുള്ളത് ഒപ്പം ആ വോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ വോട്ടാണ് പോയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ലീഡ് കുറയാനുള്ള കാര്യമായിട്ട് കാണുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരിൽ തീർച്ചയായും മുരളീധരൻ്റെ വോട്ട് എവിടെ പോയി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. മുരളീധരൻ അവിടെ ഇറങ്ങിയ സമയം തൊട്ട് മുരളീധരൻ ഒരു വലിയ ക്രൂസൈഡ്, ഒരു വലിയ കുരിശുദ്ധ നടത്താനാണ് അവിടെ പോയത്. കാരണം BJP ചെറുക്കുന്നതിൽ എക്കാലത്തും മുന്നിൽ നിൽക്കുന്ന നേതാവ് എന്ന് വരുത്തി തീർക്കാനായിരുന്നു മുരളീധരൻ്റെ ശ്രമം. തോറ്റാലും അങ്ങനെ ഒരു ശ്രമമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ളപ്പോൾ മുരളീധരൻ 2ാം സ്ഥാനത്ത് വരാതെ 3ാം സ്ഥാനത്ത് പോകുമ്പോൾ ഈ പറയുന്ന സുരേഷ് ഗോപി അവിടെ ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിൻ്റെ തലയിലേക്ക് തന്നെയാണ് വരുന്നത്. കോൺഗ്രസിൻ്റെ വോട്ട് എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷത്തിൽ കാണുന്നത്. ശരി.